നമസ്കാരം ഉണ്ട് ജയനാണേ. അപ്പൊ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ടാറ്റയുടെ ഷോറൂമിലാണുള്ളത്. ടാറ്റ ഷോറൂമിൽ വന്നിട്ട് നമ്മൾ കെർവ് ഇവിയുടെ ഡീറ്റെയിൽസും ഫീച്ചേഴ്സും ഒക്കെ നോക്കാനായിട്ട് വന്നതാണ്. ഇന്ന് എന്തായാലും ഷോറൂമിൽ വിസിറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ പ്രൈസിന്റെയും ബാക്കി ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പ് മോഡലാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഫീച്ചർ വൈസ് ഉള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും പറയാം കേട്ടോ. കെർവിന്റെ ഇ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയൻസ് ആയിട്ടാണ് ബാറ്ററി പാക്കിൽ ബേസ് ചെയ്ത് വരുന്നത്. പഴയ നമ്മുടെ നെക്സണും പഞ്ചൊക്കെ ഒരു വേരിയൻസ് വന്നിരുന്ന പോലെ തന്നെ രണ്ട് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്. അതായത് കെർവ് ഇ 55 എന്ന് പറഞ്ഞ വരുന്നുണ്ട്, കെർവ് ഇ 45 എന്ന് പറയുന്നുണ്ട്. ഈ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 കിലോ വാട്ടിന്റെ ബാറ്ററി 45 കിലോ വാട്ടിന്റെ ബാറ്ററിയുമാണ്. ആ ഒരു ഇതിലാണ് കേട്ടോ ഈ രണ്ടായിട്ട് വേരിയൻസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് മറ്റേ നമ്മൾ പ്യുവർ സ്മാർട്ട് അങ്ങനെയുള്ള വേരിയൻസ് വരുന്നുണ്ട്. അത് ഫീച്ചർ ബേസ് ചെയ്ത് വരുന്നു കാര്യങ്ങൾ വരുന്നത്. ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാറ്ററി പാക്കിനെ ബേസ് ചെയ്തിട്ട് ഈ 45, 55 അങ്ങനെ രണ്ടെണ്ണമാണ്. അപ്പോൾ കെർവ് ഇ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 123 കിലോ വാട്ട് പവറുള്ള, അതുപോലെ തന്നെ 215 ന്യൂട്രൺ മീറ്റർ ടോർക്കും 167 PS പവറും വരുന്ന ബാറ്ററി അല്ലെങ്കിൽ മോട്ടറും ബാറ്ററി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു ഇതിനാണ് 55 വരുന്നത്. അതുപോലെ 45ലേക്ക് വരുമ്പോഴത്തേക്കും 110 കിലോ വാട്ടും അതുപോലെ തന്നെ 215 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ് കേട്ടോ വരുന്നത്. മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് രണ്ട് വേരിയൻസിൽ. 3 മോഡ്സ് ഡ്രൈവ് വരുന്നുണ്ട്. എക്കോ, സിറ്റി, സ്പോർട്സ് അങ്ങനെ 3 മോഡ് ഡ്രൈവ് വരുന്നുണ്ട്. ബാറ്ററി പാക്ക് ഞാൻ ആദ്യം പറഞ്ഞു, കിലോ വാട്ട് അവർ 55, 45 അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. തെർമൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇഗ്നീഷന്റെ മോട്ടറും ബാറ്ററിയുടെയും പാക്ക് എന്ന് പറഞ്ഞാൽ IP67 റേറ്റിംഗിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ആക്സിലറേഷൻ 0 to 100 km/h എന്ന് പറയുന്നത് 8.6 സെക്കൻഡിലാണ് 55ന്റെ വരുന്നത്. 9 സെക്കൻഡ്സിൽ ഈ പറയുന്ന 45ന്റെ ആ ഒരു കിലോ വാട്ട് പവറുള്ള ഒരു ബാറ്ററി പാക്ക് വരുന്ന മോഡലിൽ വരുന്നുണ്ട് കേട്ടോ. ഡിസൈനിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പുതിയതായിട്ട് നമ്മൾ കണ്ട ഹാരിയറിന്റെ അല്ലെങ്കിൽ നെക്സന്റെ ഇവിയുടെ ആ പുതിയ വേരിയന്റിന്റെ ആ ഒരു ഡിസൈനൊക്കെയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നതെങ്കിലും കൂപ്പേ ഡിസൈൻ ആയിട്ടുള്ള സ്ലോപ്ഡ് ആയിട്ടുള്ള റൂഫാണ് മൊത്തത്തിൽ ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്ന റാഡോ എന്ന് പറയുന്നത് പോലെ. വലിയ പനോറമിക് സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഡയമെൻഷൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4310 മില്ലിമീറ്റർ ആണ് നീളം വരുന്നത്. അതുപോലെ തന്നെ 1810 വിട്ട് വരുന്നുണ്ട്. എംഎമ്മിലാണ് പറയുന്നത് കേട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1637 ആണ് ഹൈറ്റ് വരുന്നത്. വീൽ ബേസ് എന്ന് പറഞ്ഞാൽ 2560 ആണ് വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് എന്നല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോൾ അൺലാഡൻ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 186 ആണ്. അതുപോലെ തന്നെ നമുക്ക് അതായത് 55ന്റെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ 45ന്റെ വരുമ്പോഴത്തേക്ക് ഒരു അല്പം 4 mm കൂടുതലുണ്ട്. 190 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ രണ്ടിലും പറയുന്നത് 500 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് പറയുന്നത്. എല്ലാ സീറ്റിലെ കാര്യങ്ങളൊക്കെ 60/40 ഫോൾഡബിൾ ആയിട്ടും അതുപോലെ തന്നെ മാക്സിമം വരുന്ന ബൂട്ട് സ്പേസ് 900 ലിറ്ററോളം വരുന്നുണ്ട്. ടോട്ടലി മൊത്തത്തിൽ ആ ഒരു സീറ്റ് മടക്കി കഴിയുമ്പോൾ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത്തരം ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു വീഡിയോയിൽ നോക്കാവുന്നുണ്ട്. ഇതിൽ നമ്മൾ കെർവ് ഇവിയുടെ എസ്പെഷ്യലി നമ്മൾ 3-4 വേരിയൻസിലും അതുപോലെ തന്നെ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. സ്റ്റിയറിംഗ് വീൽ എന്ന് പറഞ്ഞാൽ 4 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബേസ് വേരിയന്റിൽ അത് വരുന്നില്ല കേട്ടോ. അതായത് നമുക്ക് ഇലക്ട്രിക്കലി പവർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ, ഡിജിറ്റലി ആ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉള്ള സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ വരുന്നത്. ടേണിംഗ് സർക്കിൾ ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 5.35 മീറ്റർ ആണ് വരുന്നത്. ഫ്രണ്ടിലും റയറിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ടയർ സൈസും വീൽ സൈസും നോക്കാം കേട്ടോ. സൈസ് വരുന്ന പറഞ്ഞാൽ 215, 60, 17 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. അതായത് ക്രിയേറ്റീവ് ആൻഡ് അക്കോമഡേഷൻ, അതായത് ബേസ് വേരിയന്റിലും മിഡ് വേരിയന്റിലും വരുന്നത് 215, 55, 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവേർഡ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റിലാണ് കേട്ടോ വരുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എംപവേർഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ്. ഇനി നമുക്ക് ഫീച്ചർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വെഹിക്കിളിന്റെ വാറണ്ടി, ബാറ്ററി പാക്കും മോട്ടോർ വാറണ്ടിയും പറയുന്നത് പറഞ്ഞാൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ് കേട്ടോ കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ, കാറിന്റെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ. ഇതിലേതാണ് ആദ്യം വരുന്നത് അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ഫുൾ ചാർജ് റേഞ്ച്, അതായത് കിലോമീറ്റർ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 എന്ന് പറയുന്ന കിലോ വാട്ടിന്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 585 കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ 45ന്റെ വരുമ്പോൾ 502 കിലോമീറ്റർ റേഞ്ചുമാണ് വരുന്നത്. ഇത് അവർ ഒഫീഷ്യലായി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്കറിയാലോ, ഒഫീഷ്യലായിട്ട് തന്നതിനേക്കാളും വേരിയേഷൻസ് ഉണ്ടാവും. ശരിക്കുള്ള ആക്ച്വൽ കിട്ടുന്ന ചാർജ് കിലോമീറ്റർ ആണ്. മൈലേജിന്റെ കാര്യത്തിലാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ, റേഞ്ചിന്റെ കാര്യത്തിലാണല്ലോ എല്ലാ വെഹിക്കിളും തന്നെ വേരിയേഷൻ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇനി കാറിന്റെ ഡീറ്റെയിൽസ് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ കാണാം. ഷാർക്ക് ഫാൻ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ തന്നെ ഒരു കർവി ഷേപ്പിലുള്ള ഒരു സ്പോയിലർ, ഒരു സ്പോർട്ടി ആയിട്ടുള്ള സ്പോയിലർ കാണാം. ബാക്കിലേക്ക് വന്ന ബമ്പറിന്റെ ബാക്കിലെ റയർ സ്കിഡ് പ്ലേറ്റുകൾ ഒരു ബ്രഷ്ഡ് അലുമിനിയം കളറിലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ള ഇത് കാണാം. അടിവശത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിന്റെ ഭാഗങ്ങളും ബാറ്ററിയുടെ പാക്കിന്റെ ഭാഗങ്ങളും അതിന്റെ കവർ അങ്ങനെയുള്ളത് കാണാൻ കേട്ടോ. റയറിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്റ്റിംഗ് ടെയിൽ ലാംപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് നമ്മൾ ഷോറൂമിൽ വന്നപ്പോൾ വീഡിയോ എടുത്തതിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ പറയുന്നത്. ഫീച്ചർ വൈസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കെർവിന്റെ IC വേരിയൻസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. EVയുടെ വേരിയന്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. IC വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ലോഞ്ച് ചെയ്തെങ്കിലും പ്രൈസ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്
സെപ്റ്റംബർ 2 ICE വേരിയന്റ് പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കലിന്റെ മാത്രമാണ് പ്രൈസ് ഇപ്പോൾ അവൈലബിൾ. റയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പിയാനോ ബ്ലാക്കിൽ ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാംപ്സിന്റെ ഫ്രെയിമും അതിൽ വരുന്ന കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽസ് പറഞ്ഞാൽ ഫ്രഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. അതിലൊരു ഇൻഡിക്കേറ്ററോടെ വരുന്നുണ്ട്. ഇങ്ങനെ അത് പ്രസ് ചെയ്തിട്ട് തള്ളി വരുന്ന ആ ഒരു ഇതിലാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡുവൽ ടോൺ ആയിട്ടുള്ള സീറ്റുകൾ കാണാം. അതിൽ തന്നെ ഒരു 3D എംബോസ് ഡിസൈൻ പോലെയുള്ള ഡിസൈൻ കാണാം. അതുപോലെ ഒരു ചെറിയൊരു പീസ് നടുക്കൊരു അലുമിനിയം ഷെയ്ഡിൽ വരുന്ന ഒരു മെമ്പർ അതിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റുകൾ വരുന്നത് 2 ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. അതുപോലെ തന്നെ നടുക്ക് ആംറെസ്റ്റ് വരുന്നുണ്ട്. അതിൽ കപ്പ് ഹോൾഡറോടുകൂടിയുള്ള ആംറെസ്റ്റുകളാണ് കേട്ടോ വരുന്നത്. ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ്, എംപവേർഡ് അങ്ങനെ 3 വേരിയൻസ് ആയിട്ടാണ് കേട്ടോ EV വരുന്നത്. അതായത് ക്രിയേറ്റീവ് 45 എന്ന് പറയുന്നതാണ് ബേസ് വേരിയന്റ് ആയിട്ടുള്ള 45 കിലോ വാട്ട് ബാറ്ററി പാക്കിന്റെ ആയിട്ടുള്ള വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഡിജിറ്റൽ DRLs വരുന്നുണ്ട്, LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ 17 ഇഞ്ചിന്റെ ഹൈപ്പർ സ്റ്റൈൽ ആയിട്ടുള്ള സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. സ്മാർട്ട് ഡിജിറ്റൽ ഷിഫ്റ്റർ വരുന്നുണ്ട്. അതുപോലെ സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റിയറിംഗ് വീൽ ആണ് വരുന്നത്. 6 എയർ ബാഗ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ESP വിത്ത് IV ബാക്ക് എന്ന് പറയുന്ന ഒരു ESP വരുന്നുണ്ട്. അതുപോലെ ഡ്രൈവർ ഡോർ സോഫ ലൈറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് ആണ്, 4 വീലുകളും ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ വരുന്നത്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഓട്ടോ ഹോൾഡ്, നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. ക്യാമറയും സെൻസർ ബേസ്ഡ് റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. 17.78 സെന്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ആണ് വരുന്നത്. ഹർമന്റെ സ്ക്രീൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും 17.78 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ 4 സ്പീക്കർ, 2 ട്വിറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്സ് വരുന്നുണ്ട്, അതുപോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്, മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. 3 മോഡ്സ് ഡ്രൈവിംഗ് ആണ് വരുന്നത്. എക്കോ, സിറ്റി, സ്പോർട്ട് അങ്ങനെ 3 മോഡ്സ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു റോട്ടറി ടൈപ്പിലുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ സെലക്ടർ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ പവർ വിൻഡോസ് എല്ലാ ഇതിലും വരുന്നുണ്ട്. അതുപോലെ റയർ AC വെൻസ് വരുന്നുണ്ട്, ഇലക്ട്രിക് ആയിട്ടുള്ള ORVM വരുന്നുണ്ട്, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വരുന്നുണ്ട്. അതുപോലെ 6 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. 7.2 കിലോ വാട്ടിന്റെ AC ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇതിന് വരുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വെഹിക്കിൾ ടു വെഹിക്കിളും വെഹിക്കിൾ ടു ലോഡ് ടെക്നോളജി വരുന്നുണ്ട്. AC എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. അതുപോലെ TPMSന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ആണ് കേട്ടോ അതായത് ബേസ് വേരിയന്റ് ആയ ക്രിയേറ്റീവ് 45 എന്ന് പറയുന്ന ഒരു 45 കിലോ വാട്ടിന്റെ നമ്മുടെ കർവ് വരുന്നത്. അസിസ്റ്റ് അതുകൂടാതെ വരുന്നുണ്ട് കേട്ടോ. സിരി, ഗൂഗിൾ വോയിസ് അസിസ്റ്റ്, അതുപോലെ തന്നെ നേറ്റീവ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റ് അങ്ങനെയുള്ള വോയിസ് കമാൻഡ്സിന്റെ ഓപ്ഷൻ കൂടി ക്രിയേറ്റീവ് 45 എന്ന വേരിയന്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേരിയന്റ് ആയ അക്കംപ്ലിഷ്ഡ് നോക്കാം. അക്കംപ്ലിഷ്ഡ് 45, അക്കംപ്ലിഷ്ഡ് 55 എന്ന് പറയുന്നത് രണ്ടിലും വരുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 45 മാത്രമാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബേസ് വേരിയന്റിൽ കൂടാതെ വരുന്ന കൂടുതലായിട്ട് വരുന്ന ഓപ്ഷൻസ്, അതായത് ക്രിയേറ്റീവ് 45 മുകളിലായിട്ട് വരുന്ന അഡോൺ ആയിട്ട് വരുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ പൊസിഷൻ ലാമ്പ്, കണ്ടക്ടർ ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. കണക്ടർ ടെയിൽ ലാമ്പ് ഇതിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇതും ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോർണറിംഗ് ഫംഗ്ഷനോട് കൂടിയ ഫോഗ് ലാംപ്സ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. അതിൽ എയറോ ഇൻസേർട്സ് വരുന്നുണ്ട്. ഇലക്ട്രിക് ORVM വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 26.03 സെന്റിമീറ്ററിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഹർമന്റെ സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ 26.03 ഡിജിറ്റൽ കോക്പിറ്റ് വരുന്നുണ്ട്. അതായത് ഇൻഫോർടൈൻമെന്റും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ രണ്ടും ഇതിൽ 26 സെന്റിമീറ്ററിനാണ് വരുന്നത്. അതുപോലെ തന്നെ നാവിഗേഷൻ വരുന്നുണ്ട് കോക്പിറ്റിൽ. അതുപോലെ ഡ്രൈവർ വ്യൂ, മാപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. 4 സ്പീക്കറും 4 ട്വീറ്റേഴ്സും ആയിട്ടാണ് വരുന്നത്. HD ക്യാമറ ബേസ്ഡ് റിവേഴ്സ് പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതായത് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. ഫ്രണ്ടിലും റയറിലും ഫാസ്റ്റ് ചാർജിങ്, C-Type 45 വാട്ടിന്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂൾഡ് ആൻഡ് ഇലുമിനേറ്റഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ലെതറേറ്റ് അപ്പോൾസറി ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഫ്രണ്ടിൽ ആംറസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ TPMS വരുന്നുണ്ട്. അലക്സ വോയിസ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും. അതായത് 45, 55 വരുന്നുണ്ട്. അക്കംപ്ലിഷ്ഡ് 45, 55 വരുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്ഡ് പ്ലസ് S45, അക്കംപ്ലിഷ്ഡ് പ്ലസ് S55 വരുന്നുണ്ട് കേട്ടോ. അതായത് അക്കംപ്ലിഷ്ഡിന്റെ പ്ലസ് ആയിട്ടുള്ള വേരിയൻസ് ആണ് വരുന്നത്. അതിലേക്ക് വരുമ്പോഴത്തേക്കും ആഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി 3D സറൗണ്ട് വ്യൂ ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ അത് വരുന്നുണ്ട്. അതായത് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. RKDV എന്ന് പറയുന്ന ആപ്പ് സ്യൂട്ട് വരുന്നുണ്ട്. അതായത് ചാറ്റയുടെ തന്നെ RKDV ആയിട്ടുള്ള ഒരു ആപ്പ് വരുന്നുണ്ട്. അതുപോലെ JB സൗണ്ട് മോഡ്സ് വരുന്നുണ്ട്. അതായത് 6-9 സൗണ്ട് മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് സ്മാർട്ട് ഫോൺ ചാർജർ വരുന്നുണ്ട്. വയർലെസ് ചാർജറൊക്കെ ഈ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എക്സ്പ്രസ് കൂളിംഗ് വരുന്നുണ്ട് AC-ലേക്കുള്ള. അതുപോലെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡീഫോഗർ വരുന്നുണ്ട്. ഇത്രയുമാണ് അക്കംപ്ലിഷ്ഡ് പ്ലസ്സിലേക്ക് വരുന്ന
ആ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് കേട്ടോ. അടുത്ത വേരിയന്റ് എന്ന് പറഞ്ഞാൽ എംപവേർഡ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് കേട്ടോ. അപ്പോൾ എംപവേർഡ് എന്ന് പറയുന്ന വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അക്കംപ്ലിഷ്ഡ് പ്ലസിനെ കഴിഞ്ഞും എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപവേർഡ് പ്ലസ് 55 ആണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 45 കിലോ വാട്ടിന്റെ ഓപ്ഷൻ ബാറ്ററി വരുന്നില്ല, ഇതിൽ 55 കിലോ വാട്ടിന്റെ മാത്രമാണ് വരുന്നത്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എസിന് മുകളിലായിട്ട് എംപവേർഡ് പ്ലസ് 55ലേക്ക് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മാർട്ട് ഡിജിറ്റൽ ലൈറ്റ്സ് വരുന്നത്, വെൽക്കം ആൻഡ് ഗുഡ് ബൈ സീക്വൻസ് ആയിട്ടുള്ള നമ്മൾ ആ ഫ്രണ്ടിൽ കാണാറുള്ള ആ ഒരു ലൈറ്റ്സ് വരുന്നുണ്ട്. ചാർജിങ് ഇൻഡിക്കേറ്ററും അതിൽ തന്നെയാണ് വരുന്നത്, വരുന്നുണ്ട്. അതുപോലെ തന്നെ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്, അതിൽ എയറോ ഇൻസേർട്സ് വരുന്നു. അതുപോലെ തന്നെ മൾട്ടി മോഡ് ആംബിയന്റ് ലൈറ്റിംഗ് ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ വോയിസ് അസിസ്റ്റഡ് പനോറമിക് സൺറൂഫ് വരുന്നു. മൂഡ് ലൈറ്റിംഗും വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ കേട്ടോ, അതുപോലെ 6 വേ പവേർഡ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് വരുന്നത്. 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കോ ഡ്രൈവർ സീറ്റും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 60/40 ആയിട്ട് റയർ സ്പ്ലിറ്റ് ചെയ്യാവുന്ന റയർ സീറ്റുകളാണ് ഇതിൽ വരുന്നത്. സെൻട്രൽ ആംബ്രസ്റ്റും വരുന്നുണ്ട് റയർ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ 31.24 സെന്റിമീറ്ററിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതും JBL സിനിമാറ്റിക് സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത്. 4 സ്പീക്കർ, 4 ട്വീറ്റർ, ഒരു സബ് വൂഫറും ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അക്കോസ്റ്റിക് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് IRVM വരുന്നുണ്ട്. ഫ്രണ്ട് സീറ്റുകൾ രണ്ടും വെന്റിലേറ്റഡ് സീറ്റുകളായിരിക്കും. അതുപോലെ തന്നെ 2 സ്റ്റേജ് റെയർ സീറ്റ് റിക്ലൈനിങ് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. അതായത് ബാക്കിലെ സീറ്റുകൾ നമുക്ക് 2 രീതിയിൽ റിക്ലൈൻ ചെയ്യാവുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രങ്ക് വരുന്നുണ്ട്. നമുക്ക് ട്രങ്ക് ഉള്ള പോലെ അല്ലെങ്കിൽ ബാക്കിൽ ബൂട്ടുള്ള പോലെ തന്നെ ഫ്രണ്ടിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആയിട്ട് വരുന്ന ഒരു ഫ്രങ്ക് വരുന്നുണ്ട്. 11.6 ലിറ്ററിന്റെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രങ്കും കൂടെ അതിന് വരുന്നുണ്ട് കേട്ടോ. അടുത്ത വേരിയന്റ് എന്ന് പറഞ്ഞാൽ എംപവേർഡ് പ്ലസ് A55 എന്ന് പറയുന്ന വേരിയന്റ്, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് കേട്ടത്. അതായത് എംപവേർഡ് പ്ലസിനേക്ക് 55 കഴിഞ്ഞും കൂടുതലായിട്ട് വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ലെവൽ 2 അഡാസ് വരുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ SOS കോളും പവർ ടെയിൽ ഗേറ്റ് വിത്ത് ജസ്റ്റർ ആക്ടിവേഷൻ ആണ് ആ ഒരു ഓപ്ഷൻ കൂടെ. അതായത് നമ്മുടെ ബൂട്ട് തുറക്കാനായിട്ട് നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് നമ്മൾ ആ ഒരു സെൻസിങ് കാലുകൊണ്ടൊക്കെ തട്ടിയിട്ട് കാണിക്കുന്ന ആ പരസ്യത്തിൽ കണ്ട ആ ഫീച്ചർ വരുന്നത് പറഞ്ഞാൽ ഈ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ എംപവേർഡ് പ്ലസ് A55 എന്ന് പറഞ്ഞ വേരിയന്റിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലെവൽ 2 അഡാസിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് വരുന്നുണ്ട്. ലെയിൻ കീപ്പ് അസിസ്റ്റ് വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. അത് ക്യാമറ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ റഡാർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ 360 ഡിഗ്രി 3D സറൗണ്ട് വ്യൂ ക്യാമറ വരുന്നുണ്ട്. ലെയിൻ ചേഞ്ച് അലർട്ട് വരുന്നുണ്ട്. അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് വരുന്നു. ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വരുന്നുണ്ട്. അത് 4 ഓപ്ഷനിൽ വരുന്നുണ്ട്. വെഹിക്കിൾ ടു വെഹിക്കിൾ, അതായത് വെഹിക്കിൾ ടു പെഡസ്ട്രിയൻ, വെഹിക്കിൾ സൈക്ലിസ്റ്റ്, അതുപോലെ തന്നെ ജംഗ്ഷൻ, അങ്ങനെയുള്ള 4 ഓപ്ഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ട്രാഫിക് സൈൻ റെക്കഗ്നീഷൻ വരുന്നുണ്ട്. ഓവർ സ്പീഡ് അലേർട്ട് വരുന്നുണ്ട്. അതുപോലെ റയർ ക്രോസ് ട്രാഫിക് അലേർട്ട് വരുന്നുണ്ട്. റയർ കൊളീഷൻ വാർണിംഗ് വരുന്നുണ്ട്. ഡോർ ഓപ്പൺ അലേർട്ട് വരുന്നുണ്ട്. ഡ്രൈവർ ഡോസ് ഓഫ് അലേർട്ട്, അതായത് ഉറക്കം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ലെവൽ 2 അഡാസിൽ വന്നിരിക്കുന്നത്. 20ഓളം ഫംഗ്ഷൻസ് ആണ് ലെവൽ 2 അഡാസിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കർവ് EVയുടെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സ്ക്രീനിൽ ബുക്കിങ്ങിനും എൻക്വയറിക്കുള്ള നമ്പർ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ബുക്കിങ്ങിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഗൂഗിൾ മോട്ടോഴ്സിൻ്റെ നമ്പർ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. തൊടുപുഴത്തെ ഷോറൂമിലെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ, എറണാകുളം ഒക്കെ എല്ലാവർക്കും തന്നെ വിളിക്കാവുന്ന ആളാണ്. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻക്വയറി അതുപോലെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇലക്ട്രിക് അല്ലെങ്കിൽ EV കർവിൻ്റെ വിശേഷങ്ങളും ഫീച്ചേഴ്സും ഒക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വില വിവരങ്ങൾ നോക്കാം കേട്ടോ. കർവ് EV ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ബേസ് മോഡൽ വരുന്നതിനാണ് 17.49 ലക്ഷം. എക്സ്-ഷോറൂം പ്രൈസ് വരുന്നതിന് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 19.35 ലക്ഷമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ അക്കംപ്ലിഷ്ഡ് വേരിയന്റ് വരുമ്പോഴത്തേക്കും 18.49 എക്സ്-ഷോറൂമും 20.44 അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ തന്നെ പ്ലസ് എസ് വേരിയന്റ് വരുമ്പോഴത്തേക്കും 19.29 എക്സ്-ഷോറൂം പ്രൈസും 21.31 ഓൺ റോഡ് പ്രൈസ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അക്കംപ്ലിഷ്ഡിൻ്റെ നമുക്ക് ലോങ് റേഞ്ച് വരുന്ന അല്ലെങ്കിൽ 55 എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാ വേരിയന്റെയും പ്രൈസ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടേബിളിൽ കാണാം എക്സ്-ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും എൻക്വയറിക്കുള്ള നമ്പറും കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യണേ.